Hello everyone. Welcome back to Literature Hurdles. Let's learn together. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 മെയ്യിൽ നടന്ന ഇല്യൂമിനേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓൾറെഡി നമ്മൾ 2020 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പാർട്ടിലും എത്ര പേജസ്, കണ്ടൻറ്റ് എത്ര ഉണ്ടായിരിക്കണം എന്നൊക്കെ ഇപ്പോഴും കുറച്ച് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാമിൻ്റെ ടൈമിൽ എക്സാം ടിപ്സ് എന്നൊരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ഈ വീഡിയോയിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം. എ പാർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാനിവിടെ ആൻസർ കീസാണ് കൊടുക്കുന്നത്. ആ പോയിൻറ്റ്സ് ഡെവലപ്പ് ചെയ്ത് വേണം നിങ്ങൾ എഴുതാൻ. അതായത് മാർക്ക് അനുസരിച്ച് വേണം നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പാർട്ട് എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഇതാണ്: വിച്ച് ഈസ് ദ വിൻഡോ ഓഫ് സോൾ അക്കോർഡിംഗ് ടു ഹെലൻ കെല്ലർ. അതിൻ്റെ ആൻസർ കീ വരുന്നത് ഐസൈറ്റ് ആണ് കേട്ടോ, ഐസൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ക്വാണ്ടം തിയറി ഓഫ് ടാക്യൂൺസ്? ആൻസർ വരുന്നത് ഇങ്ങനെയാണ്: ടാക്യൂൺസ് ആർ ദ പാർട്ടിക്കിൾസ് ദറ്റ് ക്യാൻ ട്രാവൽ ഫാസ്റ്റർ ദാൻ ലൈറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് പെക്യുലിയർ അബൌട്ട് സ്റ്റീഫൻ ലീകോക്സ് എസ്സേ? ആൻസർ കീ: ഹിസ് എസ്സേസ് ആർ ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ലൈറ്റ് ഹ്യൂമർ and his criticism of people's follies. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: what is the name of the ship mentioned in the essay on courage? ഇതേ ക്വസ്റ്റ്യൻ തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിരുന്നു. ഫോർമേഡബിൾ എന്നാണ് ഷിപ്പിൻ്റെ പേര്. ഇപ്പോൾ 2 വട്ടം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: that is your privilege and your burden. which privilege is Rowling referring to? ആൻസർ കീ ഇതാണ്: once the graduating students go out into the world, how they henceforth live their lives will impact the early lives of the people around them, and sometimes even beyond the borders of the country. What they do with their life, whether they use it to help others or not, this is a privilege and burden according to Rowling. அடுத்த question: what did Nightingale sing when the thorn pierced its heart? The nightingale sang wildly of the love that is perfected by death, and of the laugh that does not die in the womb. Next question: why does the professor's daughter refuse the rose? Because of 2 reasons. First of all, it does not match her dress, and secondly, the chamberlain's nephew had sent some jewels. ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: what is the opinion of the narrator on the shoes that the Jessler brothers made? ആൻസർ കീ വരുന്നത്: they were truly the prototypes incarnating the spirit of all food gear. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ what all does D lay claim on when she comes to visit Mama? ആൻസർ കീ വരുന്നത്: D asked for the chun top, the dasher and the quilts. അടുത്ത ക്വസ്റ്റ്യൻ: why did D take photographs of her family when she came to visit? the ആൻസർ കീ ഇതാണ്: the reason is not clearly mentioned. It is probably that she wanted to show off her heritage, as was the trend when she went back to the city. May for this purpose she took several photographs. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: where does the poet find himself in the poem The Road Not Taken? The poet finds himself in a fork in the road. അടുത്തത്: who is addressed as you in the poem Still I Rise? The you in the poem refers to the white oppressors of the blacks. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ മൊഡ്യൂൾ 1 3 days to see the spoke സുദർശൻ, ഈ 2 ലെസൺസിൽ നിന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ എസ്സേസ് ആണ്. അവിടെ ആർദറിഷ് ഹാപ്പിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്, ഓൺ കറേജിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി സ്പീച്ചസ് എന്ന അടുത്ത മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്: ദ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഓഫ് ഫെയിലിയർ ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇമാജിനേഷൻസിൽ നിന്ന്. ഇനി അടുത്ത മോഡ്യൂള് ഷോർട്ട് സ്റ്റോറീസ് ആണ്. അവിടെ നിന്ന് ദ നൈറ്റിംഗൽ ആൻഡ് ദ റോസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ക്വാളിറ്റിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, എവരിഡേ യൂസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് സ്റ്റോറീസിൻ്റെ മോഡ്യൂളിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ആണ് ആകെ വന്നിരിക്കുന്നത്. ആ മോഡ്യൂളിന് അപ്പോൾ അല്പം ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. ഇനി മോഡ്യൂൾ 5 പോയട്രിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് റോഡ് നോട്ട് ടേക്കണിൽ നിന്നും, പിന്നെ ഒരെണ്ണം സ്റ്റിൽ ഐ റൈസിൽ നിന്നുമാണ്. ഇനി നമുക്ക് പാർട്ട് ബിയിൽ ഡിസ്കസ് ചെയ്യാം. പാർട്ട് ബിയിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: what is special about Metropolitan Museum of Art? In the Metropolitan Museum of Art, Helen Keller hopes to find the myriad facets of human spirit. She would be able to see the sculptures.
she had experience formerly through touch alone. But more than that, she would be able to see paintings. Starting with the Italian primitives and going to the moderns, she would be able to see them all. She would be able to feast that her eyes on painters like Raphael, Leonardo da Vinci, Titian, and Rembrandt. She would be able to see the warm colors of Veronese and study the mysteries of El Greco or catch a new version of nature from Corot. The scholar would be able to see at least a small part of the world of art by visiting the museum. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. I am fine. The question is, how are you? Explain the relevance of this question. Answer key. Jesse Owens went to Berlin Olympics of 1936 to compete in several events. He was surprised to see a German named Laszlo, who easily beat Owens' best in practice session. If Laszlo had won, Hitler would have been able to uphold his Aryan supremacy theory. The thought of this so angered Owens that of his 3 chances at the trials for gems, he fouled the first 2. Seeing this, Laszlo went up to him and introduced himself. When Owens asked him about, out of courtesy, how he was, Long answered he was fine and then asked the above question. It indicates Long's genuine concern for Owens and his wish to ensure that the man qualifies for the finals. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹു വെയർ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഫ്ലവേഴ്സ്. ഇത് 2020 ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് നോക്കാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് ഫ്ലവേഴ്സ് were highly rich people. They were sad because their butler Meadows had hinted as he is leaving them. Though Meadows had not given the final word, it had become apparent that most likely he would leave them. The reason was that he did not like them. For Mr. and Mrs. Flowers, this was a second person to leave them, as already a man named Franklin had left them the previous winter. The case of incompatibility between Meadows and Flowers had led to this situation and the sadness of the couple. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, how did the sailor sign himself a death warrant? The sailor in the sinking ship, the Formidable, had won a place by ballot in one of the boats so that he could get to safety. But when the moment came for him to take his place, he looked at one of his comrades and told him, "You have got parents," and then said the decisive words, "I haven't." This implies that the sailor would take his comrade's place. Thus they exchanged places, and the sailor who had actually won the ballot now die with the rest, while the comrade would be saved and take the place in the boat. The sailor had thus, in effect, signed his own death warrant when he uttered those words to his comrade. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, a man must be many-sided to utter a trustworthy estimate of many books. Explain. This line is uttered in the context of the fact that a book must be judged by many to consider great, if it is indeed to be seen as a great work. But some of even the greatest critics could have dullness when it came to appreciation. For example, Carlyle could not stand Browning, and Byron could not endure certain English poets who were considered great today. It is here that the above line is uttered. Hearn is trying to say that a true critic must be able to give unbiased opinions unlike Carlyle and Byron, if it is to be considered a true critic like the opinion of generations. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, how did Rockall join the Wildcat scheme? One day, a Jew appeared in the quarter where Rockall lived. He was an alert, businesslike young chap who had a first-rate plan for smuggling cocaine into England. It was easy enough, of course, to buy cocaine in Paris, and the smuggling was quite simple in itself. The problem is that there was always some spy who betrayed the plans to the police. The Jew, however, saw that there was no danger as he got cocaine direct from Vienna. He has got into touch with Rockall, though a young Paul who was going to put 4,000 francs into the scheme if Rockall put 6,000. For this, they could buy 10 pounds of cocaine, which would bring them a large fortune. The Pole and the Jew had a tremendous struggle to get more money from Rockall. The old man was caught on the horns of greed and fear. But at last, he gave in quite suddenly, totally exhausted. He opened the mattress where his money was concealed and handed over 6,000 francs to the Jew.
അടുത്ത ക്വസ്റ്റ്യനും റൊക്കോൾ ദ മൈസറിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ സ്ട്രാറ്റജി ദാറ്റ് റൊക്കോൾ യൂസ് ടു ഡിസീവ് ദ പോലീസ്? After delivering the cocaine to the Pole and Rockall, the Jew promptly vanished. Because of the fuss Rockall had made, the police was in know of it. They raided the hotel next morning. As they went about their duty, Rockall was mad with fear. The Pole wanted to throw the stuff out of the window, but the old man would rather go to jail than part with it. At last, somebody had an idea. A man on Rockall's floor had a dozen tins of face powder. It was suggested that the cocaine can be put into the tins and passed off as face powder. Before the police came into the room, the powder was thrown out of the window and the cocaine was substituted. The tins were put openly on Rockall's table as though there was nothing to hide. This was the strategy they used to deceive the police. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Describe the narrator's sadness at seeing Jessler Brothers' dwindling business. Galsworthy's story quality portrays the life of two German shoemakers, Jessler Brothers. They do not compromise on the quality of their product, but their sincerity, commitment, and dedication to their profession do not help them make progress in life. Of the duo, the younger Jessler is the chief shoemaker. The narrator of the story finds that he is the best shoemaker in the whole of London. He is a man of principles. He uses the best leather to make shoes, and he does all the works by himself. He does not advertise his products, but this brings no financial gains. His income is not adequate even for both brothers to make ends meet. At last, he lost everything. First, his brother died, emancipated and hungry. A few years later, he too passed away. The lives of both were really pathetic, and the narrator is all pity for that. ബി പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻവിക്ടസ് എന്ന പോമിൽ നിന്നാണ്. കമൻറ്റ് ഓൺ ദ ഇമേജസ് യൂസ്ഡ് ഇൻ ദ പോം ഇൻവിക്ടസ്. Afflicted by tuberculosis, Seamus Heaney had spent long days and nights in the hospital. As a result of the fatal illness, his left leg was amputated. In spite of it, all he fought the disease stoically, never abandoning hope. Invictus is a poem rich in symbolism and suggestive imagery that convey the poet's tragic and pathetic light. His life is a long, dark night that covers him all over, both physically and mentally, like a benighted pit. He is in the cruel grip of adverse circumstances. A horrible fate has dealt a mortal blow on his head. His head bleeds, but is unbowed. The horrible shadow of death looms before him from this earth of wrath and tears. In spite of it all, he remains fearless and his spirit is invincible. The powerful images the poet employs in the poem effectively conveys the poet's light and his struggle to conquer it. നമ്മളിവിടെ പറഞ്ഞ ആൻസർ കീസിൽ ഏതെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അത് ഏത് ലെസണിലെയാണോ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. ഇനി ബി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 3 days to Sea'ൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മൈ ഗ്രേറ്റസ്റ്റ് ഒളിമ്പിക് പ്രൈസിൽ നിന്നുണ്ട്. ആർ ദ റിച്ച് ഹാപ്പി, ഓൺ കറേജ്, അതുപോലെ റീഡിംഗ് ഇൻ റിലേഷൻ ടു ലിറ്ററേച്ചറിൽ നിന്നുണ്ട്. റൊക്കോൾ ദ മൈസറിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇൻവിക്ടസിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 3 days to See ഒക്കെ കഴിഞ്ഞ എ പാർട്ടിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെയും ക്വസ്റ്റ്യൻ ഉണ്ട്. 3 days to See ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെസണാണ് കേട്ടോ. അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് സി പാർട്ടിലേക്ക് പോവാം. ഇവിടെ ഞാൻ ആൻസർ കീസ് ഒന്നും കൊടുത്തിട്ടില്ല. ഏതൊക്കെ ലെസൺസിൽ നിന്നാണ് എസ്സേസ് ചോദിച്ചിരിക്കുന്നതെന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ എസ്സേ ഇതാണ്. ഹൗ ഡസ് ഹെലൻ കെല്ലർ പ്ലാൻ ടു സ്പെൻഡ് ദ 3rd day ഓഫ് സൈറ്റ്? അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എ പാർട്ടിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ബി പാർട്ടിൽ വന്നിട്ടുണ്ട്, എസ്സേ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെസണാണ്. നിങ്ങൾ ആരും അത് സ്കിപ്പ് ചെയ്യരുത്. അടുത്ത എസ്സേ ചോദിച്ചിരിക്കുന്നത് ഓട്ട് ടു മേക്കപ്പിൽ നിന്നാണ്. ഹൗ ഡസ് ആഡിച്ചെ ഇൻ ഹർ സ്പീച്ച് എൻകറേജസ് ഹർ ലിസണേഴ്സ് ടു ബി വാട്ട് ആർ ദേ ആൻഡ് ടു ഫോളോ ദർ ഡ്രീംസ്? ഇനി ഷോർട്ട് സ്റ്റോറി എന്ന മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് ക്വാളിറ്റി എന്ന ലെസണിൽ നിന്നുള്ള എസ്സേ ആണ്. Jessler brothers were the tragic victims of commercialization and globalization. Substantiate. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Why does Gibran say, of the good in you I can speak, but not of the evil? ലാസ്റ്റ് മൊഡ്യൂളിൽ അല്ലെങ്കിൽ പോയട്രിയിൽ നിന്ന് ഗുഡ് ആൻഡ് ഈവിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. 2020 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടായിരുന്നു. അതിൽ ചോദിച്ചിരിക്കുന്ന പോയട്രിയിൽ നിന്ന് വന്ന എസ്സേ എന്ന് പറയുന്നത് ദ റോട്ട് നോട്ട് ടേക്കനിൽ നിന്നാണ്. അപ്പോൾ ഇത്തവണ സ്റ്റിൽ ഐ റൈസ് അല്ലെങ്കിൽ ഇൻവിക്ടസിൽ നിന്ന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ആ 2 പോംസും കൂടെ നല്ല വൃത്തിയായിട്ടൊന്ന് നോക്കി വെച്ചേക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിച്ച് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.